ആൻഡ് വെൽക്കം ടു ദിശ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണല്ലേ, NTPC വരുമോ എന്നുള്ളത്. NTPC വരും. നിങ്ങളുടെ ഒഫീഷ്യൽ കലണ്ടറിൽ പറഞ്ഞിട്ടുണ്ട് ജൂലൈ സെപ്റ്റംബറിനുള്ളിൽ, സെപ്റ്റംബറിന് മുന്നേ തന്നെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരും എന്ന് കലണ്ടറിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് NTPC ഉറപ്പായിട്ടും വരും. ഇനി നോട്ടിഫിക്കേഷൻ വന്നിട്ടേ പഠിക്കുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് അതിന് മുന്നേ എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരെ കാത്തു നിന്ന് നോട്ടിഫിക്കേഷൻ വന്ന് അപ്ലൈ ചെയ്തിട്ടേ ഞാൻ പഠിച്ചു തുടങ്ങുള്ളൂ എന്നാണെങ്കിൽ നിങ്ങൾക്ക് അത് ക്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിന് മുന്നേ തന്നെ എല്ലാവരും പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളും ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങിക്കോളൂ കേട്ടോ. അപ്പോൾ NTPC എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറിയാണ്. 12th ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് പോസ്റ്റുകൾ അടങ്ങിയിട്ടുള്ള ഒരു റെയിൽവേ എക്സാം ആണ് NTPC എന്ന് പറയുന്നത്. അതും വലിയ ഡിഫിക്കൽട്ട് എക്സാം ഒന്നും അല്ല, അത്യാവശ്യം നല്ല ഈസി എക്സാം ആണ്. അതുപോലെ തന്നെ ഒത്തിരി പോസിറ്റീവ്സ് ഉണ്ട് ഈ എക്സാംസിന്. അപ്പം എന്തൊക്കെയാണെന്ന് നമുക്ക് വഴിയെ നോക്കാം. ഓക്കെ, അപ്പോൾ NTPC എക്സാം ഇനി വരുമോ എന്നുള്ള ചോദ്യം ഇനി ആരും ചോദിക്കരുത്. NTPC എക്സാം ഉറപ്പായിട്ടും വന്നിരിക്കും. സെപ്റ്റംബറിനുള്ളിൽ വരും എന്നാണ് ഒഫീഷ്യൽ കലണ്ടർ പ്രകാരം നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ NTPC എക്സാം ക്രാക്ക് ചെയ്യുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് എന്ത്? NTPC എക്സാമിന് നിങ്ങൾ പോയിരിക്കുമ്പോൾ എങ്ങനെയാണ് മാർക്കിങ്സ്, ഏതൊക്കെ സബ്ജക്റ്റുകളാണ് ചോദിക്കുന്നത്, എത്ര മാർക്കിനായിരിക്കും ചോദിക്കുന്നത്, എത്ര സമയം കിട്ടും നമുക്ക് അത് അറ്റൻഡ് ചെയ്യാൻ, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരുന്ന വീഡിയോ ആണ് ഇത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ NTPC നിങ്ങൾക്കറിയാം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. അപ്പോൾ രണ്ട് സെക്ഷനായിട്ടാണ് ടെസ്റ്റ് നടക്കുന്നത്. ഫസ്റ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ടയർ 1ഉം ടയർ 2ഉം. അപ്പോൾ ടയർ 1ൽ ഏതൊക്കെ സബ്ജക്റ്റുകളുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ടയർ 1 നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് റെയിൽവേ എക്സാമുകളുടെ പ്രത്യേകത നിങ്ങൾക്കറിയാം. റെയിൽവേ എക്സാംസിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഗ്രാമറോ വൊക്കാബ്സോ ഒന്നും തന്നെ ഇല്ല, എനിക്ക് ഗ്രാമർ ഇല്ല, വൊക്കാബ്സ് ഇല്ല, ഇഡിയംസ് ഒന്നും അറിയില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ SSC എക്സാംസിന് മാർക്ക് കുറച്ച് സ്കോറിങ് കുറഞ്ഞു പോയേക്കാം അല്ലേ. അപ്പോൾ നമുക്ക് എവിടെ പിടിക്കാം? റെയിൽവേ എക്സാംസിൽ പിടിക്കാം. NTPCയിൽ ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റായിട്ട് ഉണ്ടാവില്ല. നിങ്ങൾക്ക് അത്യാവശ്യം മാത്സ് ബേസ് വേണം. അതുപോലെ തന്നെ നിങ്ങൾ എന്തും ഫോക്കസ് ചെയ്യണം? കറണ്ട് അഫയേഴ്സ്, സ്ട്രാറ്റജിക്ക് ആൻഡ് റീസണിങ്. മാത്സും റീസണിങ്ങും അത്യാവശ്യം നിങ്ങൾക്ക് ബേസ് ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എഫേർട്ട് ഇടേണ്ടത് സ്ട്രാറ്റജിക്കും കറണ്ട് അഫയേഴ്സിനുമാണ്. മാർക്സിൻ്റെ വെയിറ്റേജ് ഒക്കെ നമ്മൾ ഈ പറയുന്ന വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ പറയുന്ന NTPC എന്ന് പറയുന്നത്. അപ്പോൾ CBT 1ൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ജനറൽ അവയർനെസ് നോക്കുവാണെങ്കിൽ 40 ക്വസ്റ്റ്യൻസ് വിത്ത് 40 മാർക്സ്. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വെച്ചിട്ടാണ്. ഓക്കെ, അതുപോലെ മാത്തമാറ്റിക്സ് നോക്കുകയാണെങ്കിൽ 30 ക്വസ്റ്റ്യൻസേ ഉള്ളൂ, 30 മാർക്സ് ആണ് അതിന് വരുന്നത്. അതുപോലെ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് നോക്കുവാണെങ്കിൽ 30 ക്വസ്റ്റ്യൻസ് 30 മാർക്സ് ആണ് വരുന്നത്. ഓക്കെ, അങ്ങനെ ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് ആൻഡ് 100 മാർക്സ്. നിങ്ങൾക്ക് എഴുതാനുള്ള ടൈം എന്ന് പറയുന്നത് 90 മിനിറ്റ്സ് ആയിരിക്കും. ആൻഡ് ഇഫ് ഹാൻഡിക്യാപ്ഡ് ആണ് അല്ലെങ്കിൽ ഫിസിക്കലി ഡിസേബിൾഡ് ആണെങ്കിൽ മാത്രം 120 മിനിറ്റ്സ് ആണ് നിങ്ങൾക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 100 ക്വസ്റ്റ്യൻസ് 90 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങൾക്ക് അറിയാലോ എങ്ങനെ എക്സാം എഴുതേണ്ടതെന്ന്. എക്സാം ഒക്കെ എഴുതുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യനെ തന്നെ ഫോക്കസ് ചെയ്തിരിക്കാതെ നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ പെട്ടെന്ന് അറ്റൻഡ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ്. ഈസി ടു മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് മാത്രമേ നിങ്ങൾക്ക് NTPCയിൽ ചോദിക്കുള്ളൂ. അപ്പോൾ തന്നെ എളുപ്പം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് NTPC. കുറച്ച് ഹാർഡ് വർക്ക് വേണം, ഒന്നുമില്ലാതെ നമുക്ക് എന്തായാലും ജയിക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ ജയിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് NTPC എന്ന് പറയുന്നത് അല്ലേ. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ NTPC CBT 2 ടയർ 1ന് വേണ്ടി മാത്രം പഠിച്ചാൽ പോരാ, ടയർ 2ന് വേണ്ടി പഠിക്കണം. കാരണം നിങ്ങൾക്ക് ഇത്രയും ടൈം ഗ്യാപ്പ് കിട്ടിയിരിക്കുകയാണ് NTPC എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇപ്പോൾ തന്നെ ടയർ 1 പഠിക്കുന്നതോടൊപ്പം തന്നെ ടയർ 2ഉം പഠിച്ചു തുടങ്ങുക. ഓക്കെ, മോക്ക് ടെസ്റ്റ് ഒക്കെ എടുക്കുമ്പോൾ ഡെയിലി നിങ്ങൾ മോക്ക് ടെസ്റ്റുകളൊക്കെ എടുത്ത് തുടങ്ങുക. മാത്സ് ഒക്കെ ബേസ് ഒക്കെ നല്ല രീതിക്ക് സെറ്റ് ചെയ്ത് തുടങ്ങുക. അതല്ലാതെ ആപ്ലിക്കേഷൻ കൊടുത്ത് കഴിഞ്ഞിട്ടേ ഞാൻ പഠിക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ഒക്കെ എടുക്കാനുള്ള ടൈം ഒക്കെ കുറയും. അതുകൊണ്ട് ഇപ്പം തന്നെ നിങ്ങൾ ബേസ് ഒക്കെ നല്ല രീതിക്ക് ഒരു പ്രോപ്പർ ടൈം ടേബിൾ വെച്ച് സെറ്റ് ചെയ്ത് പഠിക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? മോക്ക് ടെസ്റ്റ് ഒക്കെ എടുത്തു തുടങ്ങുക. അപ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങൾ ടയർ 1 മാത്രം ഫോക്കസ് ചെയ്യാതെ ടയർ 2 കൂടി ഫോക്കസ് ചെയ്ത് എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടയർ 1ൻ്റെ എക്സാം ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും മോക്ക് ടെസ്റ്റുകൾ എടുത്ത് നിങ്ങൾക്ക് ടയർ 2ന് വേണ്ടി ബെറ്റർ പെർഫോമൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ടയർ 2ന് ഏതൊക്കെയാണെന്ന് നോക്കിയേ. ടയർ 2ന് ജനറൽ അവയർനെസ്, മാത്തമാറ്റിക്സ്, ജനറൽ ഇന്റലിജൻസ് ആൻഡ്
റീസണിങ് ആണ്. ജനറൽ അവയർനെസ് നോക്കുകയാണെങ്കിൽ 50 ക്വസ്റ്റ്യൻസ് 50 മാർക്കാണ്. ആൻഡ് മാത്തമാറ്റിക്സ് നോക്കുകയാണെങ്കിൽ 35 ക്വസ്റ്റ്യൻസ് 35 മാർക്സ് ആണ്. ആൻഡ് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് നോക്കുകയാണെങ്കിൽ 35 ക്വസ്റ്റ്യൻസ് 35 മാർക്സ് ആണ്. ഇവിടെ ടൈം മാറിയിട്ടില്ല, 90 മിനിറ്റ്സ് തന്നെയാണ്. ആൻഡ് ഇഫ് ഫിസിക്കലി ഡിസേബിൾഡ് ആണെങ്കിൽ 120 മിനിറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കുക, ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കൂടിയിട്ടുണ്ട്, ടൈമിന് എന്താ വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ടൈം മാനേജ്മെന്റ് കൂടി കറക്റ്റ് ആക്കി കൊണ്ടുപോകും. ഓക്കെ, അപ്പോൾ നല്ല രീതിക്ക് മോക്ക് ടെസ്റ്റ് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ടൈം മാനേജ്മെന്റ് കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പല കുട്ടികൾക്കുള്ള പ്രശ്നമാണ് എക്സാം എഴുതുമ്പോൾ അറിയാവുന്ന ചോദ്യം നിങ്ങൾക്ക് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അത് ആലോചിച്ചിരിക്കുന്ന ഒരു സ്വഭാവം അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം, മോക്ക് ടെസ്റ്റ് എടുത്ത് ആ ഒരു മൈൻഡ് സെറ്റ് അങ്ങ് മാറ്റിയെടുക്കുക. അറിയാവുന്നത് പെട്ടെന്ന് അറ്റൻഡ് ചെയ്ത് വീണ്ടും ഒന്നും കൂടി റൗണ്ട് അടിച്ച് വരാനുള്ള ഒരു മൈൻഡ് സെറ്റ് മോക്ക് ടെസ്റ്റ് എടുത്ത് സെറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് അറിയാം 120 ക്വസ്റ്റ്യൻസ് വിത്ത് 120 മാർക്സ് ആണ്. ഈ പറയുന്ന CBT 1-ലായാലും CBT 2-ലായാലും നെഗറ്റീവ് മാർക്സ് ഉണ്ട്. 3 ക്വസ്റ്റ്യൻസ് റോങ് ആയാൽ മാത്രമേ നിങ്ങൾക്ക് 1 മാർക്ക് പോവുള്ളൂ. 1/3 ആണ് ഈ നെഗറ്റീവ് മാർക്സ് എന്ന് പറയുന്നത്. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്കാണ്. 1/3 ആണ് നെഗറ്റീവ് മാർക്സ്. 3 ക്വസ്റ്റ്യൻസ് തെറ്റിപ്പോയാൽ മാത്രമേ നിങ്ങൾക്ക് 1 മാർക്ക് നഷ്ടമാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈസി ടു മോഡറേറ്റ് ക്വസ്റ്റ്യൻ ആണ് NTPCയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് നോക്കാം. ഒരു മാർക്ക് വെയിറ്റേജിന്റെ സെക്ഷൻ കൂടി നോക്കാം. ഇപ്പം മാത്സ് ആണ് നോക്കുന്നതെങ്കിൽ, മാത്തമാറ്റിക്സ് ആണ് അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ആണ് നോക്കുന്നത്, ആപ്റ്റിറ്റ്യൂഡ് ആണ് നോക്കുന്നതെങ്കിൽ നോക്കിയേ, ആപ്റ്റിറ്റ്യൂഡിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമൺ ഇൻട്രസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരും. ഒരു 2 ക്വസ്റ്റ്യൻസ് വരും, മോഡറേറ്റ് ലെവൽ ആയിരിക്കും. അതുപോലെ നോക്കുകയാണെങ്കിൽ മെൻസുറേഷനിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ്, റേഷ്യോ പ്രപ്പോർഷനിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ്. മാർക്സിന്റെ വെയിറ്റേജ് ആണ് കേട്ടോ, വെയിറ്റേജ് ആണ് ഇത് പറയുന്നത്, വെയിറ്റേജ് ആണ് ഈ പറയുന്നത്. അപ്പോൾ എത്ര ക്വസ്റ്റ്യൻസ് വരും എന്ന് പറഞ്ഞാൽ ഒരു 2 ക്വസ്റ്റ്യൻസ് വരും. ഈ പറയുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മോഡറേറ്റ് ലെവലായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതുപോലെ നോക്കുവാണെങ്കിൽ റേഷ്യോ പ്രപ്പോർഷനിൽ നിങ്ങൾക്ക് 3 ക്വസ്റ്റ്യൻസ് കിട്ടുന്നതാണ്, ഈസി ആയിരിക്കും നിങ്ങൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. അതുപോലെ നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് 3 ക്വസ്റ്റ്യൻസ് ചോദിക്കും, ഈസി ലെവലായിരിക്കും. നമ്പർ സിസ്റ്റത്തിൽ നിന്ന് 4 ക്വസ്റ്റ്യൻസ് ചോദിക്കും, ഈസി ടു മോഡറേറ്റ് ലെവലായിരിക്കും ക്വസ്റ്റ്യൻസ്. അതുപോലെ സിംപ്ലിഫിക്കേഷനിൽ നിന്ന് ഒരു 3 ക്വസ്റ്റ്യൻസ് കാണും, ഈസി ആയിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ. അതുപോലെ നോക്കുവാണെങ്കിൽ ഒരു DA ചോദിക്കും, അതും ഈസി ടു മോഡറേറ്റ് ലെവൽ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ബാക്കിയെല്ലാം ഒരു 2 to 1 ക്വസ്റ്റ്യൻസേ വരുള്ളൂ. ടോപ്പിക്സ് നിങ്ങൾക്ക് ടോപ്പിക്സ് കാണാലോ അല്ലേ, അപ്പോൾ ടോപ്പിക്സ് നോക്കുക. വെയിറ്റേജ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ കേട്ടോ. നിങ്ങൾ പഠിക്കുമ്പോൾ ഈ പറയുന്ന പോർഷൻസ് എല്ലാം ഒന്ന് നല്ല രീതിക്ക് കവറപ്പ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഈ രീതിയിലായിരിക്കും വെയിറ്റേജ് വരുന്നത്, ഏകദേശം ഈ രീതിയിലായിരിക്കും. അപ്പം 30 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ടോട്ടൽ മാത്സ് ചോദിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് റീസണിങ് നോക്കാം. റീസണിങ് നോക്കിയേ, റീസണിങ് നോക്കുവാണെങ്കിൽ കോഡിംഗ് ഡീകോഡിംഗ് 4 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്, ഈസി ആയിരിക്കും. അതുപോലെ സെന്റൻസ് അറേഞ്ച്മെന്റ് കാണും, അത് 1 ക്വസ്റ്റ്യൻ, ഈസി ടു മോഡറേറ്റ് ആയിരിക്കും. വെൻ ഡയഗ്രാം 3 ക്വസ്റ്റ്യൻസ് കാണും. അതുപോലെ പസിൽ ലീനിയർ 3 ക്വസ്റ്റ്യൻസ് കാണും. ബ്ലഡ് റിലേഷൻ 4 ക്വസ്റ്റ്യൻസ് കാണും, അതൊന്ന് നോക്കിക്കോളൂ കേട്ടോ. ബ്ലഡ് റിലേഷൻ ഒക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിക്കുക. റീസണിങ് അത്യാവശ്യം നല്ല രീതിക്ക് ഒരു ബേസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന അത്രയും ഈസി ടു മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ റീസണിങ് മോക്ക് ടെസ്റ്റ് എടുത്ത് മാത്രമേ നിങ്ങൾക്ക് ആ സ്പീഡപ്പ് വരുള്ളൂ. ഓക്കെ, ബാക്കി മാത്സ് ഒക്കെ നമുക്ക് ബേസ് അറിയണം. റീസണിങ് ബേസ് അറിഞ്ഞാൽ പോലും നമുക്ക് മോക്ക് ടെസ്റ്റ് എടുത്താലാണ് ആ ഒരു സ്പീഡ് വരുന്നത്. അത് എല്ലാ വിഷയത്തിനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ റീസണിങ് ഒക്കെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് എടുത്ത് നിങ്ങളുടെ സ്പീഡ് ടൈം മാനേജ്മെന്റ് സെറ്റ് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ നോക്കുവാണെങ്കിൽ ബ്ലഡ് റിലേഷൻ 4 ക്വസ്റ്റ്യൻസ് വരും, മോഡറേറ്റ് ലെവൽ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അതുപോലെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് വരും 4 ക്വസ്റ്റ്യൻസ്, അത് മോഡറേറ്റ് ലെവൽ ആയിരിക്കും. ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും സിലോജിസം വരും 3 ക്വസ്റ്റ്യൻസ് വരും, ഈസി ടു മോഡറേറ്റ് ലെവൽ ആയിരിക്കും. അതുപോലെ 30 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് മൊത്തത്തിൽ റീസണിങ് സെക്ഷനിൽ നിന്ന് ചോദിക്കുന്നത്, 30 മാർക്സ് ആയിരിക്കും വരുന്നത്. ഓക്കെ, എല്ലാം ഈസി ടു മോഡറേറ്റ് ആൻഡ് ഡിഫിക്കൽട്ട് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ഒന്നും ആയിരിക്കില്ല നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതുപോലെ നമുക്ക് ജനറൽ അവയർനെസ് നോക്കാം. ഓക്കെ, GK നോക്കുവാണെങ്കിൽ ഹിസ്റ്ററിയിൽ നിന്ന് 7 ക്വസ്റ്റ്യൻസ് വരും, മോഡറേറ്റ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ ജിയോഗ്രഫിയിൽ നിന്ന് 1 ക്വസ്റ്റ്യൻ, പൊളിറ്റിയിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ. പിന്നെ നോക്കുവാണെങ്കിൽ ബയോളജിയിൽ നിന്ന്, ഇവിടെ NTPCയിൽ സയൻസിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ, സയൻസിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. ബയോളജി 7 ക്വസ്റ്റ്യൻസ്, ഫിസിക്സ് 4 ക്വസ്റ്റ്യൻസ്, അതുപോലെ കമ്പ്യൂട്ടർ അറിഞ്ഞിരിക്കണം 4 ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് ചോദിക്കും. കറണ്ട് അഫയേഴ്സ് നോക്കിയാൽ 11 ക്വസ്റ്റ്യൻസ്. നിങ്ങൾ ഡെയിലി അപ് ടു ഡേറ്റ് ആയിട്ട് കറണ്ട് അഫയേഴ്സ് പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ 11 ക്വസ്റ്റ്യൻസും ആൻസർ
ആൻസേഴ്സ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, കറണ്ട് അഫയേഴ്സ് നിങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ട് പൊക്കോണ്ടേ ഇരിക്കുക. അതോടൊപ്പം തന്നെ ആഡപ്പ് ചെയ്ത് നിങ്ങൾ ആ ഇൻഫർമേഷൻസ് ഒന്നുകൂടി റീചെക്ക് ചെയ്തിട്ട് വേണം എക്സാമിന് പോവാൻ. ഓക്കെ, പലപ്പോഴും ചില മിനിസ്റ്റേഴ്സ് ആയിക്കോട്ടെ എല്ലാം മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാം കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്ത് പൊക്കോളൂ. ഓക്കെ, കറണ്ട് അഫയേഴ്സ് നിങ്ങൾ ചെറുതായിട്ട് അപ്ഡേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഫുൾ മാർക്സും വാങ്ങാൻ പറ്റും കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ നിന്ന്. അതുപോലെ GK സെക്ഷൻസ് നിങ്ങൾ ഈ പറയുന്ന വെയിറ്റേജ് വെച്ച് നിങ്ങളൊന്ന് നോക്കിക്കൊള്ളുക. ആൻസേഴ്സ് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് സിലബസ് നോട്ടിഫിക്കേഷനിലും എല്ലാത്തിലും അവൈലബിൾ ആണ്. അപ്പോൾ ഡീറ്റെയിൽഡ് സിലബസ് നോക്കിക്കോളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ബയോളജി 7 ക്വസ്റ്റ്യൻസ് ഈസി ടു മോഡറേറ്റ് ലെവലിൽ വരും. അതുപോലെ ഫിസിക്സ് ആണെങ്കിൽ 4 ക്വസ്റ്റ്യൻസ് ചോദിക്കും, കെമിസ്ട്രി 2 ക്വസ്റ്റ്യൻസ്, സ്റ്റാറ്റിക് ഒരു 2 ക്വസ്റ്റ്യൻസ്, പൊളിറ്റി 2 ക്വസ്റ്റ്യൻസ്, ജിയോഗ്രഫി 1 ക്വസ്റ്റ്യൻ. ഇങ്ങനെ ഈ ലെവലിലായിരിക്കും എന്ത് വരുന്നത്, ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കുന്നത് ഇൻ ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ്. ആ ഒരു സെക്ഷനിൽ നിന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ 40 ക്വസ്റ്റ്യൻസ് കാണും, 40 മാർക്സ് ആയിരിക്കും ഈച്ച്. ഞാൻ പറഞ്ഞു നെഗറ്റീവ് മാർക്സ് 3 ക്വസ്റ്റ്യൻസ് തെറ്റിയാൽ മാത്രമേ നിങ്ങൾക്ക് 1 മാർക്ക് പോവുള്ളൂ. ഓക്കെ, അപ്പോൾ നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. NTPC എക്സാം ഉറപ്പായിട്ടും വരും, അതിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. അപ്പോൾ NTPC എക്സാമിന് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ തയ്യാറെടുത്ത് തുടങ്ങുക. നിങ്ങൾക്ക് അറിയാം ഇംഗ്ലീഷ് ഒന്നും ഇല്ല അതിനകത്ത്. ആകെ നിങ്ങൾക്ക് എത്ര സബ്ജക്റ്റുകളാണോ ഉള്ളത്? എത്ര സബ്ജക്റ്റ് ഉണ്ട്? മൊത്തം 3 സബ്ജക്റ്റ് അല്ലേ നിങ്ങൾക്കുള്ളൂ. ആകെ 3 സബ്ജക്റ്റേ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൂ. അപ്പോൾ ആ 3 സബ്ജക്റ്റ് നിങ്ങൾ കറക്റ്റാക്കി സെറ്റ് ചെയ്തോളൂ. ഓക്കെ, 3 സബ്ജക്റ്റ് നിങ്ങൾക്ക് മാത്തമാറ്റിക്സ്, റീസണിങ്, GK അല്ലേ, ഈ പറയുന്ന 3 സബ്ജക്റ്റുകൾ മാത്രമാണ് നിങ്ങൾക്ക് വരുന്നത്. ജനറൽ അവയർനെസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നിങ്ങൾക്ക് നല്ല രീതിക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. നല്ലൊരു ബേസ് ഉണ്ടെങ്കിൽ മാത്തമാറ്റിക്സിന് നല്ലൊരു ബേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാത്സിൻ്റെ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. റീസണിങ് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് എടുത്ത് കയറാൻ പറ്റുന്നതാണ്. എക്സ്ട്രാ നിങ്ങൾ ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് ഒരു എഫേർട്ട് ഇടേണ്ടി വരികയും ചെയ്യില്ല. അതുപോലെ തന്നെ സാലറി അട്രാക്റ്റീവ് സാലറി ആണ്. പറയും പോലെ ഈ ട്രാവൽ അലവൻസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് കേട്ടോ. സ്റ്റേഷൻ മാസ്റ്റർ ആയിട്ടൊക്കെ കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ജോലിയാണ് അല്ലേ. അപ്പോൾ ആ ജോബിലേക്ക് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക. ഓക്കെ, ഇപ്പോൾ തന്നെ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇട്ട് തുടങ്ങുക. ലാസ്റ്റ് മിനിറ്റിൽ എഫേർട്ട് ഇടാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ +2 ലെവലിൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് NTPC എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ കറക്റ്റായിട്ട് NTPC പഠിച്ചു തുടങ്ങിക്കോളുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.